നിങ്ങളുടെ വിധി പോലും തിരുത്തി കുറിക്കാൻ കഴിയുന്ന ഒരു രഹസ്യ ആയുധത്തെക്കുറിച്ച് അറിയാമോ? എല്ലാ വാതിലുകളും അടഞ്ഞു, ഇനി ഒരു വഴിയുമില്ല എന്ന് തോന്നുന്ന സമയത്ത് നമ്മളെ സഹായിക്കാൻ പടച്ചോൻ തന്ന ഒരു അത്ഭുത വഴി. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന തഹജ്ജുദ് നിസ്കാരത്തെക്കുറിച്ചാണ്. എൻ്റെ ലൈഫിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. എന്താണ് തഹജ്ജുദ്? രാത്രി ഉറങ്ങി എഴുന്നേറ്റ് സുബഹിക്ക് മുമ്പായി നമ്മൾ ചെയ്യുന്ന നിസ്കാരമാണത്. സാധാരണയായി പുലർച്ചെ 2 മണി മുതൽ സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെയുള്ള സമയമാണ് ഏറ്റവും ഉത്തമം. തഹജ്ജുദിൻ്റെ ഈ സമയത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ഓരോ രാത്രിയുടെയും അവസാന ഭാഗത്ത് അള്ളാഹു 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ചോദിക്കും, ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ? ഞാൻ ഉത്തരം നൽകാം. ആരുണ്ട് എന്നോട് ചോദിക്കാൻ? ഞാൻ നൽകാം. ആരുണ്ട് പാപമോചനം തേടാൻ? ഞാൻ പുറത്തു കൊടുക്കാൻ. ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹു നമ്മളെ തേടി ഇറങ്ങി വരുന്ന സമയമാണത്. ഇമാം അഹ്മദ് ബിൻ ഹൻബലിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമുണ്ട്. ഒരു സാധാരണ റൊട്ടിക്കച്ചവടക്കാരൻ തൻ്റെ രാത്രിയിലെ പ്രാർത്ഥനകൾ കാരണം ലോകം ആദരിക്കുന്ന പണ്ഡിതനായ ഇമാമിനെ തൻ്റെ വീട്ടുപടിക്കൽ എത്തിച്ചു. ആ കച്ചവടക്കാരൻ ചോദിച്ച എല്ലാ ദുആകളും അള്ളാഹു സ്വീകരിച്ചു. രാത്രിയിലെ പ്രാർത്ഥനയ്ക്ക് അത്രയും പവറുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എനിക്ക് മാറാത്ത രോഗമാണ്, അല്ലെങ്കിൽ എനിക്ക് കടം കൊടുത്തു മടുത്തു, അല്ലെങ്കിൽ എൻ്റെ ദാരിദ്ര്യം കൊണ്ട് മടുത്തു എന്നൊക്കെ. സഖറിയ നബിക്ക് വാർദ്ധക്യകാലത്ത് കുട്ടി ജനിച്ചത് തഹജ്ജുദ് സമയത്തെ പ്രാർത്ഥന കൊണ്ടാണ്. അസാധ്യമായതിനെ സാധ്യമാക്കുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് തഹജ്ജുദ് എന്ന നിമിഷം. ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഏറ്റവും കുറഞ്ഞത് 2 റക്അത്താണ്. നിങ്ങൾക്ക് 8 റക്അത്തോ അതിൽ കൂടുതലോ നിസ്കരിക്കാം. ഇനി ഇതിൻ്റെ രീതി സാധാരണ നിസ്കാരം പോലെ തന്നെയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന സൂറത്തുകൾ ഓതാം. ഏറ്റവും പ്രധാനം സുജൂദാണ്. അടിമ റബ്ബിനോട് ഏറ്റവും അടുക്കുന്ന സ്ഥലമാണ് സുജൂദ്. അവിടെ വെച്ച് നിങ്ങളുടെ ഭാഷയിൽ നമ്മൾ മനസ്സൊരുക്കി ഒന്ന് ചോദിച്ചു നോക്കിയേ, റബ്ബേ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ, എന്നെ സഹായിക്കണമേ എന്ന് കരഞ്ഞു ചോദിക്കൂ. ആ കണ്ണുനീര് അള്ളാഹു വെറുതെ ആക്കില്ല. തഹജ്ജുദ് നിസ്കരിക്കാൻ അതിയായ ആഗ്രഹമുണ്ട്, പക്ഷെങ്കിൽ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല എന്ന് കുറേ സഹോദരിമാർ പറയാറുണ്ട്. അങ്ങനെയുള്ളവർ രാത്രി 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തത്, നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കി സമയം കളയാതെ ഇശാ നിസ്കാരത്തിന് ശേഷം വേഗം ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. രണ്ടാമത്തത്, നാളെ എനിക്ക് എൻ്റെ റബ്ബിനോട് സംസാരിക്കാൻ എഴുന്നേൽക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു നോക്കിയേ. നമുക്കൊരു നിയ്യത്ത് ഉണ്ടാവണം. അതായത് എനിക്ക് തഹജ്ജുദിന് എണീക്കണം എന്ന് നിയ്യത്തോടു കൂടി നമ്മൾ ഉറങ്ങണം. അപ്പോൾ ആ ഒരു തഹജ്ജുദിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് നമ്മളെ പടച്ചോനെ തട്ടി വിളിക്കും. പിന്നെ മൂന്നാമത്തത്, പകൽ സമയം നമ്മൾ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ പോലും രാത്രി എഴുന്നേൽക്കുന്നതിന് തടസ്സമാകുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. തഹജ്ജുദ് പതിവാക്കുന്നവരുടെ മുഖത്ത് ഒരു പ്രത്യേക പ്രകാശമുണ്ടാകും. മനസ്സിലെ പേടിയും ടെൻഷനും ഒക്കെ മാറും. എൻ്റെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന് ഉള്ളൊരു വലിയൊരു ധൈര്യം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി മുതൽ നമുക്കൊന്ന് തുടങ്ങിക്കൂടെ? നിങ്ങളുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ മാറാൻ ആ ഒരൊറ്റ സുജൂദ് മതിയാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു പ്രചോദനമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.